എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ഒരു ആഗ്രഹം ആലോചിച്ച് ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ പറക്കാൻ ശ്രമിക്കുന്ന പക്ഷി എന്ന ഫയലിനോടടുത്തുള്ള ആ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ആദ്യം നോക്കാം. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഓരോ പ്രതിസന്ധികൾ നേരിടുമ്പോഴും അതിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മെനഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും എപ്പോഴും തയ്യാറാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ മനസ്സാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തനിക്ക് മുന്നോട്ട് പോകണം, തനിക്കും തൻ്റെ കുടുംബത്തിനും തന്നെ ആശ്രയിക്കുന്നവർക്കും വേണ്ടി ജീവിക്കാനായിട്ട് സദാ ശ്രമിച്ചവരാണ് നിങ്ങൾ. എന്നും സജീവമായി ഇരിക്കാൻ ആഗ്രഹിച്ചവരാണ്. സഹിഷ്ണുത ഉള്ളവരും സഹകരണമുള്ളവരും നല്ല മനസ്സിൻ്റെ ഉടമകളുമാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരു ചെറുത് നിന്ന് തുടങ്ങി വലിയ വിജയം നിങ്ങൾ ഉണ്ടാക്കും. ആ എന്ന അക്ഷരത്തിൻ്റെ ആ പ്രയാണം തന്നെ നിങ്ങൾ കണ്ടില്ലേ? അത് താഴെ നിന്ന് തുടങ്ങി ഒരുപാട് കറങ്ങലും തിരിച്ചലുകൾക്ക് ശേഷം മുകളിലേക്ക് കടന്നു പോവുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയും ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് വിജയിക്കണമെന്നുള്ള ഒരു ആർജവം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ആർജവം നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ തരത്തിലുള്ള സങ്കീർണതകളോടും വെല്ലുവിളികളോടും എതിരിടാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ്. പറന്ന് ഉയരാനാണ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നത്. ഓരോന്നും നേടണം. ജോലി, കരിയർ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എല്ലാം നേടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരാഗ്രഹം വളരെ മുന്നേ നിൽക്കുന്നു. അത് മനസ്സിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഫയൽ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഒരുപാട് ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ഈശ്വരകൃപയാൽ നിങ്ങളുടെ പ്രയത്നം കൊണ്ടും അവ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അവ ന്യായമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നാളായി നിങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. കാരണം ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് തലമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് മടിയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്വപ്നം വരുമ്പോൾ നിങ്ങളത് മനസ്സിലിട്ട് താലോലിച്ച് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ പലരും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇഷ്ടമില്ലാത്തവരും നിങ്ങൾ തോറ്റുപോകുമോ എന്നുള്ള ഭയം ഉള്ളത് കൊണ്ടുമാണ് 2 വിഭാഗം ആളുകൾ അതിനെ എതിർക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കൃത്യതയോടെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. രാവും പകലും ശാരീരികമായിട്ടും മാനസികമായിട്ടും വ്യഥകൾ അനുഭവിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനിടയിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് അശക്തമായിരുന്നു നിങ്ങൾ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചിലരുടെ പിന്തുണയോടുകൂടിയാണ് എല്ലാത്തിനെയും തരണം ചെയ്യാൻ കഴിഞ്ഞത്. നിങ്ങളെങ്ങനെ തരണം ചെയ്തു ഓരോ പ്രതിസന്ധിയെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എങ്ങനെ തരണം ചെയ്തു. അവഗണിക്കാനും ഓടിച്ചു കളയാനും ഒരുപാട് പേരുണ്ടായപ്പോഴും ജീവിതം അവിടെ കരിപ്പിടിപ്പിക്കുകയായിരുന്നു. പരമാവധി മാക്സിമം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും. അത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ശരി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓരോ കാര്യവും ചെയ്തത്. നിങ്ങളുടെ കഷ്ടപ്പാട് ഒരു വലിയ അളവിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഗുണത്തിലാക്കിയിട്ടുണ്ട്. കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ആ ഉദ്യമത്തിന് ഇറങ്ങിയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ആ ആൾ വിജയിക്കാൻ പോകുന്നില്ല, എന്നിട്ട് നിങ്ങൾ പോയി. പക്ഷേ അന്ന് നിങ്ങൾ ആ ഉദ്യമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക് വിജയിക്കണം. അതിൻ്റെ ഉള്ളറകളോ ന്യായാന്യായങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പോലും മനസ്സിലായില്ല. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരോ പറഞ്ഞു മുന്നോട്ട് പോകണം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞു മുന്നോട്ട് പോകണം, കാരണം വിജയിച്ചേ തീരൂ. വിജയത്തെ പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് പോലും നിങ്ങൾ വിജയത്തെ ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു. സാഹചര്യങ്ങളും ചുറ്റുപാടുമുള്ള വ്യക്തികളും ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ സാധ്യതയില്ലാത്ത ഒരു വിജയത്തിനായി പ്രയത്നിച്ചു. നിങ്ങളുടെ ഒപ്പം നിന്ന് സഹായിച്ചവരുമുണ്ട്. അങ്ങനെ അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് പരാജയപ്പെടുമെന്ന് എല്ലാവരും എഴുത്തള്ളിയ, നിങ്ങൾക്ക് പോലും ആത്മവിശ്വാസം കാര്യമായിട്ടുണ്ടായില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തിയായി അത് മാറി. അത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പ്രശംസിച്ചു. പക്ഷെ ഇത് തകരാതെ, കളയാതെ, അണയാതെ ഇതുമായിട്ട് മുന്നോട്ട് പോയ നിങ്ങളുടെ മനസ്സ്, അതിനാണ് ഒന്നാമതൊരു മാർക്ക് കൊടുക്കേണ്ടത്. ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ കാര്യവും അതുതന്നെയാണ്. അനുഗ്രഹങ്ങളൊന്നും വെറുതെ ഈശ്വരൻ നൽകുന്നതല്ല. അനുഗ്രഹങ്ങളിലേക്ക് അടുക്കുന്ന നിങ്ങളുടെ മനസ്സിന് നൽകുന്ന സമ്മാനമാണ്. ആ പോസിറ്റീവ് എനർജി, ആ കുരുന്ന ശരീരം പോലും നിങ്ങൾ പ്രയത്നത്തിനായിട്ട് ഉപയോഗിച്ച്. സത്യം പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോൾ. ഇപ്പോഴും ആ പറക്കാൻ വെമ്പുന്ന പക്ഷിയെ കാണുമ്പോൾ സ്നേഹമുള്ളവരുടെ മനസ്സിൽ ഒരനുകമ്പ തോന്നും. അതിനെക്കൊണ്ട് കഴിയുന്നതിനേക്കാൾ കൂടുതലത് കഷ്ടപ്പെടുകയാണ് ജീവിതത്തിലൊന്ന് ഉയർന്നു പൊങ്ങുവാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും അത് ബാധകമാണ്. വിജയിക്കും, പൂർണ്ണമായിട്ട് വിജയിക്കും. കാരണം ഈശ്വരൻ നല്ല ആളുകൾക്കെന്നും നല്ലതേ വരുത്തൂ. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് പ്രതിസന്ധികളോട് മല്ലിട്ടുകൊണ്ടാണ്, ഒരുപാട് എതിർ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ടും എതിർ ശബ്ദങ്ങളോട് പടപൊരുതിയുമാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ ആർജവത്തിൽ നിന്നാണ് നിങ്ങൾ ഉണരുന്നത്. ആ ശക്തിയാണ് നിങ്ങളെ പോസിറ്റീവാക്കുന്നത്. ഒരുമിച്ച് നിന്ന് ആത്മീയമായൊരു ചൈതന്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. ഈശ്വരൻ അനുഗ്രഹിക്കും. വലിയ സമാധാനവും നന്മയും സെൽഫ് കോൺഫിഡൻസും സന്തോഷവും ഒക്കെയുള്ള ഒരു ദിക്കിൽ നിങ്ങൾ എത്തിപ്പെടും. ആരാലും വഞ്ചിക്കപ്പെടാൻ ഒരു സാധ്യതയും നിങ്ങൾക്കില്ല. കാരണം ഈശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഏത് ഭാഗത്തു നിന്ന് പ്രതിസന്ധി വന്നാലും ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ വെല്ലുവിളിക്കാനുള്ള ശക്തിയും നിങ്ങളുടെ കോൺഫിഡൻസും എന്നെന്നും നിലനിൽക്കട്ടെ. ബുദ്ധിപരമായ ഓരോ ചോയ്സുകളും തിരഞ്ഞെടുക്കുക. ഈശ്വരാധീനം എപ്പോഴും ഉണ്ടാകുക. ഓരോ കാര്യങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിലൊരു പോസിറ്റീവ് എനർജി മനസ്സിൽ നിറക്കുക. ആ പോസിറ്റീവ് എനർജിയുമായിട്ട് മുന്നോട്ട് പോകുക. സെൻസിറ്റീവായിട്ടുള്ളൊരു മനസ്സുണ്ട്. കഠിനാധ്വാനമൊക്കെ ചെയ്യുമ്പോഴും ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും എന്തെങ്കിലും ഒരു മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം വിഷമാകും. നിങ്ങളുടെ മനസ്സപ്പം തന്നെ മാറും, ഇമോഷണലാവും. റൊമാൻറ്റിക്കായിട്ടുള്ള നിങ്ങളുടെ പ്രണയങ്ങളിൽ പോലും എൻകൗണ്ടറുകളുണ്ട്. എതിർക്കാൻ ആളുണ്ട്. ആ കുഞ്ഞു മനസ്സിനെ പോലും ഉപദ്രവിക്കാൻ ഒരുപാട് ആളുണ്ട്. പക്ഷെ മാനസികമായിട്ട് ഒരുപാട് വെല്ലുവിളികളെ മുൻപ് നേരിട്ടതുപോലെ നേരിട്ടേ മതിയാകുള്ളൂ. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, ഇപ്പോൾ ഉള്ള ആവശ്യമാണ്. ഭാവിയിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാകാനും പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനും ചലഞ്ചുകളെ, വെല്ലുവിളികളെയും നേരിടാനും ഈശ്വരൻ്റെ കൃപ രണ്ട് വശത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരൻ നിങ്ങളുടെ വീഥിയിൽ പുഷ്പങ്ങൾ ചൊരിയും, നിങ്ങൾക്ക് വെളിച്ചം കാണിച്ചു നൽകും, മോട്ടിവേറ്റഡ് ആകും, ഇൻസ്പയർഡ് ആകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കും. ഒരു നേതാവെന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ മാറും. ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടെ വെക്കുക. ജീവിതത്തിന് അനുഗ്രഹങ്ങൾ വരും, കീർത്തി നേടും. ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്ന് നിന്നുകൊണ്ട്, തല ഉയർത്തി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. പോസിറ്റീവായിട്ട് നടക്കും. ഭയങ്ങളൊന്നും വേണ്ട. ജീവിതം അങ്ങനെ തന്നെ പോകട്ടെ. ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും.
നീതി നടപ്പിലാക്കുകയും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുകയും ചെയ്യും. അനുഗ്രഹങ്ങളുണ്ടാകും, എല്ലാ ദിക്കിൽ നിന്നും അനുഗ്രഹങ്ങളുണ്ടാകും. രണ്ടാമത്തെ പൈലായ തത്തമ്മ, ഷ എന്ന അക്ഷരമുള്ള തത്തമ്മയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ അല്പസ്വല്പം അഹങ്കരിച്ചിട്ടുണ്ട് നിങ്ങൾ. നിങ്ങൾ തെറ്റല്ല. ജീവിതത്തിൽ പലരുടെ വാക്കുകളാലും പലരുടെ പ്രവൃത്തികളാലും അഹങ്കരിച്ചു പോയ നിമിഷങ്ങളുണ്ട്. സൗന്ദര്യം കണ്ടും കയ്യിലുള്ള പണം കണ്ടും കൂടെയുള്ള ആളുകളെ കണ്ടൊക്കെ നിങ്ങൾ മനസ്സിൽ, പുറത്തല്ല, എനിക്കെല്ലാവരും ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ഭാഗ്യവാനോ ഭാഗ്യവതിയാണെന്ന് ഒരു നിമിഷം നിങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ട്. അത് ശരിയുമായിരുന്നു. ചെറുപ്പം മുതലേ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ആളുകളുണ്ട്, നിങ്ങളെ സ്നേഹിക്കാനായിട്ടുള്ള ആളുകളുണ്ട്. അത് കണ്ട് നിങ്ങൾ ഒന്ന് മയങ്ങിപ്പോയി. എനിക്കെന്ത് വന്നാലും എന്നെ സ്നേഹിക്കാനുള്ള ആളുകളുണ്ടായിരുന്നു എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ചിന്ത. പക്ഷേ നിങ്ങളിൽ നിന്ന് സഹായങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു നിർദ്ദിഷ്ട ഘട്ടങ്ങളിൽ സഹായിക്കേണ്ട സമയത്ത് നിങ്ങളെ സഹായിക്കാതെ കടന്നുപോയവരാണ് കൂടുതൽ. നിങ്ങൾക്ക് യാതൊരു സഹായവും നൽകാതെ, നിങ്ങൾക്ക് യാതൊരു പിന്തുണയും നൽകാതെ കടന്നുപോയ ആളുകളുണ്ട്. അവർ നിങ്ങളെ സഹായിച്ചില്ല, നിങ്ങൾക്കൊരു സഹായവും നൽകിയില്ല, നിങ്ങളെ സഹായിക്കാനായിട്ട് അവരുണ്ടായില്ല. നിങ്ങൾക്കതൊരുപാട് വിഷമം ഉണ്ടാക്കി. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന സംഭവമായിട്ടത് മാറി. സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, സഹായിക്കാൻ ബാധ്യതയുള്ളവർ, നിങ്ങളിൽ നിന്ന് സഹായം മേടിച്ചവർ നിങ്ങളെ തകർത്ത് കളഞ്ഞു. പുറമോടിയിൽ അവർ ചിരിച്ചു, പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള അസൂയയായിരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യണം, നിങ്ങൾ അവർക്ക് വേണ്ടി സഹായിക്കണം, പക്ഷെ അവർ തിരിച്ച് സഹായിക്കില്ല. അതവരുടെ ഒരു സ്വഭാവമായി മാറി. ഏതായാലും ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട്, വെല്ലുവിളികൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില തിരിച്ചടികൾ നിങ്ങൾക്കുണ്ടായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ഒപ്പം നിൽക്കുന്നവർ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരല്ല, ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് നല്ലതായിരുന്നു എല്ലാ കാലത്തും. ആരിൽ നിന്നൊന്നും തട്ടിയെടുക്കണമെന്നോ ആരിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി ലാഭം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ല. പക്ഷേ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചവർ, സ്നേഹിച്ചവർ, അവർ നിങ്ങളെ ചതിച്ചു. ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തെ നല്ല ഒരു അവസരത്തിൽ നിന്ന് നിങ്ങൾ തുടങ്ങി, പിന്നീട് താഴേക്ക് വന്നു. ആ കാലഘട്ടത്തിലാണ് നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ വഞ്ചിച്ചത്, നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കിയത്. പിന്നീട് അവരെ മനസ്സിലാക്കി, നിങ്ങളവരെ മാറ്റി നിർത്തി. പിന്നീട് നിങ്ങൾ മുകളിലേക്ക് പോയി. ജീവിതത്തിൽ പിന്നീട് വലിയൊരു ഉയർച്ചയിലേക്ക് എത്തി. അവസാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന, മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വൃന്ദം, ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് നിങ്ങൾ എന്നെന്നും സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചില ആൾക്കാരെ വിശ്വസിച്ച് മയങ്ങിപ്പോയി. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു തലമുണ്ട്. എല്ലാ സമയത്തും ഒരാളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയണ പോലെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക. നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ വിവേകവും നിങ്ങളുടെ ഗ്രഹണശക്തിയും നിങ്ങളുടെ ധാരണാശക്തിയും ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഈശ്വര ചിന്തയിലാണ്. തീർച്ചയായിട്ടും ഒരു കാലത്ത് ഈശ്വരനിൽ നിന്ന് അകന്ന് ചിന്തിച്ച് ഭൗതികതയുടെ ആ മനംമയക്കത്തിൽ ആളുകളുടെ വാക്കും പ്രവൃത്തിയും വാഗ്ദാനങ്ങളും കണ്ട് വിശ്വസിച്ച് പോയ നിങ്ങൾ ഈശ്വര ചിന്തയിലേക്ക് തിരിച്ചു വരിക, ആത്മീയതയിലേക്ക് തിരിച്ചു വരിക. ആത്മീയത നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആത്മീയത ആവശ്യം. കാരണം ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് നേടാനും ഒറ്റയ്ക്ക് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കണം. പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ജീവിതത്തിൽ കരുത്ത് ലഭിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തി ലഭിക്കും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാനും സാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക, പോസിറ്റീവായിട്ട് ജീവിതത്തിലെ വിജയം കാണുക. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ഈശ്വരന്മാർ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാവും. നല്ലൊരു വിജയം നിങ്ങൾക്ക് വരിക്കും. പുഞ്ചിരിക്കുന്ന നിങ്ങളെ കാണാം.
ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ചോദിച്ചത്. ജീവിതത്തിൽ സമസ്ത മേഖലയിലും വിജയിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ചിത്രം ഇപ്പോൾ തെളിയുന്നുണ്ട്. സന്തോഷത്തിൻ്റെയും ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെയും സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ട്. സ്പിരിച്വൽ ഒരു എൻഗേജ്മെൻറ്റ്സ്, അതായത് ആത്മീയമായ കർമ്മങ്ങളിൽ നിങ്ങൾക്ക് ശാന്തിയും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാനും കഴിയുന്നു. എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും എല്ലാത്തരം വേലിക്കെട്ടുകളിൽ നിന്നും നിങ്ങൾ വിജയിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ജീവിതത്തിലെ ആ പോസിറ്റീവ് കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോവുക, ആ പോസിറ്റീവ് തരംഗം നിങ്ങൾ അറിയുക. ഒരിക്കലും മനസ്സ് നഷ്ടപ്പെടുത്തരുത്. ഈശ്വരചിന്ത മനസ്സിൽ നിന്ന് പോകുമ്പോൾ മനസ്സ് നഷ്ടപ്പെടുന്നു. വട്ടം കൂടി നിന്ന് നിങ്ങളെ കുറ്റം പറയുന്നവരല്ല നിങ്ങളെ നയിക്കേണ്ടത്. നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ജീവിതത്തിലെ ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുക. വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മനസ്സിലാക്കുന്ന ആളുകളോട് നിങ്ങളുടെ പ്ലാനുകളോ രഹസ്യങ്ങളോ ഒന്നും പറയണ്ട. കാരണം അവർ കളിയാക്കുകയും അവരത് ശത്രുക്കളുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളെ എന്നേക്കുമായിട്ട് തകർക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ധനം ഒരുപാട് സമ്പാദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട്. സ്മാർട്ടായിട്ടുള്ള ബിസിനസ്സുകൾ നടത്താനും മറ്റേ രീതിയിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചില ഉപായങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ, ഓരോന്നിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അറിവ് ലഭിക്കാനൊക്കെ ഉള്ള ചാൻസ് ലഭിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടം ഉണ്ടാവും. നിങ്ങളുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സംരംഭങ്ങളിലും കരിയറിലും അധികാര സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു. വലിയ വ്യാപാരങ്ങൾ, കടൽ കടന്നുള്ള വ്യാപാരം, പ്രവാസം, നല്ല ബിസിനസ്സുകൾ എന്നിവയിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സോളിഡായിട്ട് സ്നേഹിക്കുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവും, ഒരു പ്രണയബന്ധം ഉണ്ടാവും. നിങ്ങളുടെ ദീർഘകാല ആഗ്രഹങ്ങൾ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിതം ഉണ്ടാവും. ഏറ്റവും നല്ലൊരു ജീവിതം. ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. വിജയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ബുദ്ധിപരമായ ചോയ്സ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ കീർത്തി ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സംരംഭവും കരിയറും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സർഗ്ഗഭാവനയും ലോകർക്ക് മുമ്പിൽ വിജയിച്ച് കീർത്തി ലഭിക്കുന്നവരായിട്ട് നിങ്ങൾ മാറും. അവാർഡുകളും പ്രമോഷനുകളും സ്കോളർഷിപ്പുകളും നിങ്ങളുടെ മേഖല അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫയലാണ്. കഴിവുണ്ടായിരുന്നു, മുൻപ് അത് ഉപയോഗിച്ചില്ല. ചില ആളുകൾ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുകയായിരുന്നു. ചിലർ നിങ്ങളെ അപകടത്തിലാക്കുകയായിരുന്നു. നിങ്ങൾ ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉണർന്നിരിക്കുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഇപ്പോഴെങ്കിലും ഉണർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് വരുമായിരുന്നു. കുറേ ചാരിറ്റബിൾ പരിപാടിയിലേക്കും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ദൈവിക ചിന്തയിലേക്കും നിങ്ങൾ മാറും. അത് നിങ്ങൾക്ക് നല്ലതാണ്. അത് നിങ്ങൾക്ക് ശക്തി നൽകും. ഒരുപാട് ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒന്നാമത് പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴായിരിക്കും നിങ്ങൾ ഒരാളെ തുറന്ന് സ്നേഹിക്കുന്നത്. അതിനു മുമ്പ് എല്ലാം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് ആളുകൾ പാഴ്വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ ഉള്ള ഒരാൾ ഇപ്പോൾ കൂടെയുണ്ട്. അയാൾ നൽകുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി നൽകുന്ന, അവർ നൽകുന്ന സ്നേഹം നിങ്ങൾ ഒരു വീടെന്ന പോലെ നിങ്ങൾ ആശ്വാസം നൽകുന്നു. ഒരുപക്ഷെ കുടുംബം തന്നെ ആയിരിക്കാം വീട്ടിൽ വേണ്ടപ്പെട്ടവരാകാൻ. അവർ നൽകുന്ന പിന്തുണ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ആ പിന്തുണയാണ് നിങ്ങളുടെ ശക്തി. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു. എത്രയോ കാലം നിങ്ങൾ കണ്ട ആഗ്രഹങ്ങൾ അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഒരു മാജിക്കൽ ടൈമാണെന്ന് വേണമെങ്കിൽ കരുതാം. നല്ല ഭാവി മുന്നിൽ കിട്ടുന്നു. ഒരു അനുഗ്രഹീതമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അനുഗ്രഹീതമായ നന്മകൾ നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ഒരുപാട് ചോയ്സുകൾ, കൈ കെട്ടി നിന്നാൽ മതി നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകുന്നു. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്തയിൽ ഫോക്കസ് ചെയ്യരുത്. വിജയിക്കുന്ന സമയത്ത് നിങ്ങളെ അനാവശ്യ പ്രലോഭനങ്ങൾ നടത്തി ചില ആളുകൾ കടന്നു വരും. ചില ആളുകളായിട്ടുള്ള ദേഷ്യത്തെ ചിലർ പറയും, അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു, അവൾ വിട്ടുകൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒരു വഴക്കിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ചില ആളുകൾ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ലക്ഷ്യം
പഴയ ശത്രുക്കളെ വീണ്ടും നിങ്ങളുടെ ശത്രുക്കളാക്കുക എന്നുള്ളതാണ്. അതിൽ വീണു പോകരുത്, അതിൽ പെട്ടുപോകരുത്. കാരണം അതിൽ വീണുപോയാലും പെട്ടുപോയാലും അവർ നിങ്ങളെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ആ നെഗറ്റീവ് ഇത് വേണ്ട. ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് നട്ട് വിജയം ഉണ്ടാകുന്നത് പോലെ നിങ്ങൾ നിക്ഷേപിച്ചും നിങ്ങൾക്ക് റിവാർഡായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. നിങ്ങളത് പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയം ലഭിക്കുകയും ഭാവിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും സ്വപ്നങ്ങളും മെനയാനുള്ള സമയം ലഭിക്കുകയും ചിന്തിക്കാനുള്ള സമയം ലഭിക്കുകയൊക്കെ ചെയ്യും. അൺനെസസറി ആയിട്ടുള്ള ഒരു വിഷമങ്ങളും വേണ്ട. ചിലത് അനാവശ്യമായിട്ട് നിങ്ങളെ ദുഃഖിപ്പിക്കത്തിലേക്ക് തള്ളിവിടാനായിട്ട് ചില ഉപദേശങ്ങളായിട്ട് വരും. അവരുടെ ലക്ഷ്യം നിങ്ങളുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ നല്ല പൊസിഷനിലാണ്, ഭയപ്പെടേണ്ട, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.